പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർജറി. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൃശൂർ ലീജിയന് 2024-25 മികച്ച പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിൽ 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. ഏറ്റവും മികച്ച ദേശീയ വനിതാ വിഭാഗം അവാർഡ്, ഏറ്റവും മികച്ച റിപ്പോർട്ടിംഗ്, ഏറ്റവും മികച്ച പ്രോഗ്രാം, ശുദ്ധജല പദ്ധതി എന്നിവയ്ക്കാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത്. സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഉടുപ്പിയിൽ വെച്ച് നടന്ന ദേശീയ സമ്മേളനത്തിൽ ദേശീയ തലത്തിൽ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുമുള്ള ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡുകൾ നൽകിയത്. ഈ വർഷത്തെ ദേശീയ സമ്മേളനത്തിന്റെ അവാർഡ് സന്ധ്യയിൽ ദേശീയ അധ്യക്ഷൻ ചിത്രകുമാർ അവാർഡ് സമ്മാനിച്ചു. സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ നാഷണൽ കൺവെൻഷനിൽ വെച്ചിട്ട് തൃശൂർ സീനിയർ ചേംബറിന് 5 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. ഒന്ന്, തൃശൂർ സീനിയർ ചേംബറിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിവിധ സ്റ്റേറ്റുകളിൽ വെച്ച് വിലയിരുത്തപ്പെട്ടപ്പോൾ ഏറ്റവും നല്ല വനിതാ വിഭാഗത്തിനുള്ള അവാർഡ് ലഭിച്ചത് തൃശൂർ സീനിയർ ചേംബറിൻ്റെ വനിതാ വിഭാഗത്തിനാണ്. കൂടാതെ ഏറ്റവും നന്നായി റിപ്പോർട്ട് ചെയ്തതിനുള്ള അവാർഡും തൃശൂർ ലീജിയനിൽ ലഭിക്കുകയുണ്ടായി. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അതിനും അവാർഡ് ലഭിക്കുകയുണ്ടായി. ഏറ്റവും നല്ല പ്രോഗ്രാം കാഴ്ചവെച്ചതിനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. എല്ലാ മേഖലകളിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനും നമുക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ആകെ തുകയെടുത്താൽ തൃശ്ശൂർ ലീജിയൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഉന്നതിയിലാണെന്നുള്ളതിനുള്ള തെളിവാണ് തൃശ്ശൂർ ലീജിയന് 5 അവാർഡുകൾ നാഷണൽ കോൺഫറൻസിൽ വെച്ചിട്ട് ലഭിക്കാൻ സാധിച്ചത്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും എല്ലാ മെമ്പേഴ്സും ആത്മാർത്ഥമായി സഹകരിക്കുകയും അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരായിക്കൊണ്ട് നല്ല നിലയ്ക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഈ പ്രാവശ്യം നമുക്ക് 5 അവാർഡുകൾ 5 പുരസ്കാരങ്ങൾ നമുക്ക് സീനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ നാഷണൽ കൺവെൻഷൻ ലഭിച്ചത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ വനിതാ വിഭാഗത്തിനും ഒപ്പം തന്നെ സീനിയർ ചേംബറിൻ്റെ എല്ലാ ആക്റ്റീവായിട്ടുള്ള അംഗങ്ങളുടെയും നിറസാന്നിധ്യം ഈ വർഷം നമുക്ക് ലഭിച്ചിരുന്നു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടി 65 കിറ്റ് ഏകദേശം 10,70,000 രൂപ ചെലവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. അതിനെല്ലാം കൂടെയാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അവാർഡ് നമുക്ക് ലഭിക്കുന്നത്. തൃശ്ശൂർ സീനിയർ ചേംബറിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിന് തൃശ്ശൂർ സീനിയർ ചേംബർ സെക്രട്ടറി രാജഗോപാൽ, ട്രഷറർ കുര്യപ്പൻ എന്നിവർ വളരെ ആത്മാർത്ഥമായിട്ട് എന്നോട് ഷോൾഡർ ടു ഷോൾഡർ വർക്ക് ചെയ്യുകയും ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന മേഖലയിൽ നാഷണൽ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന വർഗീസ് ജെനായ്, എഞ്ചിനീയർ വർഗീസ് ജെനായ് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും വളരെ ഭംഗിയായിട്ട് രാജൻ മാസ്റ്റർ, പാസ്റ്റ് നാഷണൽ പ്രസിഡൻറ്റും മറ്റ് എല്ലാ അംഗങ്ങളും നമ്മളെ നന്നായിട്ട് സഹകരിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ നൽകുകയും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയും ചെയ്തു. അതിൻ്റെ ആകെത്തുകയാണ് നമുക്ക് ഇത്രമാത്രം പുരസ്കാരങ്ങൾ നാഷണൽ കൺവെൻഷനിൽ ലഭിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.